പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ABC പ്ലസ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിന് പഠിക്കേണ്ട പുസ്തകമാണ് ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇതിൽ നിന്നുള്ള മൂന്നാമത്തെ പാഠഭാഗം, മൂന്നാമത്തെ മൊഡ്യൂള് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നതാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു പാഠഭാഗമാണിത്. ഇന്ത്യ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായി നിലകൊണ്ടിരിക്കുന്ന പുരാതന സാമൂഹ്യ സ്ഥാപനമാണ് ജാതി എന്നുള്ളത് നിങ്ങൾക്കറിയാം. സമകാലിക ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗമായിട്ടും ജാതി നിലനിൽക്കുന്നുണ്ട്. ജാതി ഇല്ല എന്നൊക്കെ ചിലർ പറയുമെങ്കിലും അമർത്തിയൊന്ന് തോണ്ടി നോക്കിയാൽ കാണാം, അത് അവിടെ തന്നെ ഉണ്ട്. സാമൂഹിക ശ്രേണീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രൂപം എന്നുള്ള നിലക്ക് ജാതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഇവിടെ വിശകലനം ചെയ്യാം. ദി കാസ്റ്റ് സിസ്റ്റം ഈസ് ദി ഹിന്ദു സോഷ്യൽ ആൻഡ് റിലീജിയസ് ഹൈറാർക്കി ക്രിയേറ്റഡ് എ ഫ്യൂ തൗസൻഡ് ഇയേഴ്സ് എഗോ. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ജാതി സംവിധാനം. ജാതി എന്നുള്ളതിനുള്ള ഇംഗ്ലീഷ് പദമായ കാസ്റ്റ് പോർച്ചുഗീസ് പദമായിട്ടുള്ള കാസ്റ്റയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ വംശം എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ജാതിയെ സൂചിപ്പിക്കാൻ കൃത്യമായ ഒരു പദം ഇന്നും ലഭ്യമല്ല. പല പദങ്ങളിലാണ് ഈ ജാതി സംവിധാനത്തെ പരാമർശിച്ചു കൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഏറ്റവും വ്യാപകമായിട്ട് ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് പദങ്ങളാണ്, ഒന്ന് വർണ്ണയും മറ്റൊന്ന് ജാതിയും. സാമൂഹിക ബഹുമതികളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ 4 വിഭാഗങ്ങളാക്കി തരംതിരിച്ചിരിക്കുന്ന സംവിധാനമാണ് വർണ്ണ സമ്പ്രദായം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇതാണ് 4 വർണ്ണങ്ങൾ അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം. 4ാമത്തെ വർണ്ണത്തിനും താഴെയുള്ള ജനങ്ങളെ അസ്പൃശ്യർ അഥവാ ഏറ്റവും താഴ്ന്ന ജനവിഭാഗങ്ങളായിട്ടായിരുന്നു കണ്ടിരുന്നത്. ജാതി വ്യവസ്ഥ തീർത്തും പ്രാദേശികമാണ്. ഓരോ ജാതിയിലും പെട്ടവർക്ക് വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത പദവിയാണ് ഉള്ളത്. കാസ്റ്റ് ഈസ് അസോസിയേറ്റഡ് അബവ് ആൾ ദി കൾച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ദി ടേം കാസ്റ്റ് itself is not an Indian one, coming from the Portuguese casta. Indian themselves have no single term of describing the caste system as a whole, but a variety of words referring to different aspects of it. The two main ones being Varna and Jati. The Varna consists of 4 categories: Brahmins, Kshatriyans, Vaishyas and Shudra, each ranked differently in terms of social honor. Below these 4 groupings are the untouchables, those in the lowest position of all. The Jati are locally defined groups within which the caste ranks are organized. നമ്മുടെ രാജ്യത്തിന് പുറത്ത് വംശീയ വിശുദ്ധിയുടെ പേരിൽ വിഭജിക്കപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടും ജാതി എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചതോടുകൂടി കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വിഭജനം വളരെയധികം രൂക്ഷമായിട്ടുണ്ട്. അടുത്ത കാലത്ത് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള വെളുത്ത വർഗക്കാരും കറുത്ത വർഗക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ബോധവാന്മാരായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വംശീയ വിശുദ്ധിയുടെ പേരിൽ ഗ്രൂപ്പായിട്ട് തിരിയുമ്പോൾ ആ ഗ്രൂപ്പിനെയും അവർ കാസ്റ്റ് എന്ന പദം കൊണ്ട്
ഉപയോഗപ്പെടുത്താറുണ്ട്. സൗത്ത് ആഫ്രിക്കയിലേക്ക് നമ്മൾ പോയാൽ അവിടുത്തെ ജനസമൂഹത്തിനിടയിലും ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള വംശീയപരമായിട്ടുള്ള പോര് വളരെ ശക്തമാണ്. അവർക്കിടയിലും ഇത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കാസ്റ്റ് എന്ന പദം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. The concept of caste is sometimes used outside the Indian context, where two or more ethnic groups are largely segregated from one another and where notions of racial purity prevail. When slavery was abolished in the southern state of US, the degree of separation between blacks and whites remains so strong that some have used the term caste to refer to the stratification system. The concept of caste has also been applied to South Africa, where strict segregation was until recently maintained between black and white. അടുത്തതായി നമുക്ക് ജാതിയുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ പരിശോധിക്കാം. When a class is somewhat hereditary, we may call it caste. C.H. Kule. അദ്ദേഹം പറയുന്നത് ഒരു സാമൂഹിക വർഗം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ് എങ്കിൽ അതിനെ നമുക്ക് ജാതി എന്ന് വിളിക്കാം എന്നാണ്. ഹെർബർട്ട് റൈസ്ലി ജാതിയെ നിർവചിക്കുന്നത് മനുഷ്യനോ ദേവനോ ആയിരുന്ന ഒരു പൊതു പൂർവികന്റെ പരമ്പരയാണെന്ന് അവകാശപ്പെടുന്ന ഒരു പൊതുനാമമുള്ള കുടുംബങ്ങളുടെ ഗണത്തെയാണ് ജാതി എന്നുള്ളതാണ്. കാസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫാമിലീസ്, ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് bearing a common name, claiming a common descent from a mythical ancestor, human or divine, professing to follow the same hereditary calling and regard by those who are competent to give an opinion as forming a single homogeneous community. അതേസമയം D.N. മജുംദാറും D.N. മദനും ജാതിക്ക് ഒരു കൊച്ചു നിർവചനമാണ് നൽകിയിട്ടുള്ളത്. കാസ്റ്റ് ഈസ് എ ക്ലോസ്ഡ് സോഷ്യൽ ഗ്രൂപ്പ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ജാതിയുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. നമ്പർ 1, ജാതി ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ജാതിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കാസ്റ്റ് ഈസ് ഇന്നേറ്റ്. ഇറ്റ്സ് ഫസ്റ്റ് ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ഈസ് ഇറ്റ്സ് അബ്സല്യൂട്ട് റിജിഡിറ്റി ആൻഡ് ഇമ്മൊബിലിറ്റി. ജാതിയുമായി ബന്ധപ്പെട്ട് ജാതി വളരെ കാർക്കശ്യമുള്ളതാണ്, അതുപോലെ തന്നെ ചലനാത്മകത ഇല്ലാത്തതാണ്. എ മാൻ ഡൈസ് ഇൻ ദി സെയിം കാസ്റ്റ് in which he is born, and it is the caste that determines his status in life. ഒരു വ്യക്തിയുടെ സാമൂഹ്യ പദവി നിർണയിക്കുന്നതിൽ ജാതിക്ക് വലിയ പങ്കുണ്ട്. ഏത് ജാതിയിലാണോ ഒരു വ്യക്തി ജനിച്ചത് ആ ജാതിയിൽ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്പർ 2, ആഹാര കാര്യത്തിലുള്ള നിയന്ത്രണങ്ങളാണ്. The second elements of caste is its prescription of certain kinds of food for different castes. വ്യത്യസ്ത ജാതികളുമായി ബന്ധപ്പെട്ട് ഭക്ഷണ കാര്യത്തിൽ ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബ്രാഹ്മണന്മാർ ഒരിക്കലും നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പാടില്ല. For instance, a Brahmin is not permitted to eat non-vegetarian food. മൂന്നാമത്തത്, ജാതി സ്വഗണത്തിൽ അധിഷ്ഠിതമാണ്. Caste is endogamous. Endogamy is the most important element of caste system. വെസ്റ്റ്മാർക്ക് എന്ന് പറയുന്ന ചിന്തകൻ ഒരു ജാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് എണ്ണിയിട്ടുള്ളത് ഇതാണ്. ജാതി ഒരു സ്വഗണം ആണ് എന്നുള്ളതാണ്. വെസ്റ്റ്മാർക്ക് കൺസിഡേഴ്സ് ഇറ്റ് ടു ബി എ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കാസ്റ്റ്. According to this, each one must marry within his own caste and within the subgroup
if there be any in that caste. ഇതുകൊണ്ട് കാര്യമായിട്ട് അർത്ഥമാക്കുന്നത് ഒരു ജാതിയിൽ നിന്ന് മാത്രമേ ആ ജാതിക്കാരൻ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ജാതിയുടെ ഉപജാതിയിൽ നിന്നും ആവാം, അല്ലാതെ മറ്റു ജാതികളിൽ നിന്ന് ഒരിക്കലും അവർ വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല എന്നതാണ്. ജാതിയുടെ നാലാമത്തെ സവിശേഷത ജാതി ശ്രേണിയിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതാണ്. ഹൈറാർക്കിയൽ സോഷ്യൽ സ്ട്രക്ചർ. ഇന്ത്യയിൽ എല്ലായിടത്തും ജാതികൾക്ക് വ്യക്തമായ ശ്രേണീകരണമുണ്ട്. ഒരു മേൽ കീഴ് അടിസ്ഥാനം അതിൽ നിലനിൽക്കുന്നു. ഈ അധികാര ഘടനയുടെ തലപ്പത്ത് ബ്രാഹ്മണരും താഴെ അസ്പൃശ്യ ജാതികളുമാണ്. ഇതിനിടയിലാണ് മറ്റ് ജാതികളുടെ സ്ഥാനം. ദി കാസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദി സൊസൈറ്റി ഈസ് ഹൈറാർക്കി ഓർ സിസ്റ്റം ഓഫ് സബോർഡിനേഷൻ ഹെൽഡ് ടുഗദർ by the relations of superiority and inferiority, at the apex of which are Brahmins and at the lowest rung are the Shudras. ജാതിയുടെ അഞ്ചാമത്തെ സവിശേഷത തൊഴിൽ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളാണ്. പരമ്പരാഗതമായ കുലത്തൊഴിലാണ് ജാതി വ്യവസ്ഥയുടെ മുഖമുദ്ര. ഓരോ ജാതിക്കും പരമ്പരാഗതമായ തൊഴിലുണ്ട്. അത് വിട്ട് മറ്റൊരു തൊഴിൽ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവനവന്റെ കുലത്തൊഴിൽ ഉപേക്ഷിക്കുന്നത് അധാർമികമാണെന്നാണ് കരുതപ്പെട്ടിരുന്നത്. ബ്രാഹ്മണന്മാര് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന പൗരോഹിത്യ ജോലിയും, ക്ഷത്രിയന്മാർ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലും, വൈശ്യന്മാർ കച്ചവടത്തിലും ഏർപ്പെട്ടു പോന്നു. ബ്രാഹ്മണന്മാരെയും ക്ഷത്രിയന്മാരെയും വൈശ്യന്മാരെയും പരിപാലിക്കുക എന്നതായിരുന്നു നാലാമത്തെ വർണ്ണമായിട്ടുള്ള അസ്പൃശ്യ ജാതികളുടെ ജോലി. ഒക്കുപ്പേഷൻ ഈസ് ഫിക്സ്ഡ്. എവറി കാസ്റ്റ് റിഗാർഡ്സ് സം ഒക്കുപ്പേഷൻ ആസ് ഇറ്റ്സ് ഓൺ ഹെറിഡിറ്ററി ആൻഡ് എക്സ്ക്ലൂസീവ് കോളിംഗ് ആൻഡ് ട്രൈസ് ടു ഡിബാർ ദി അതേഴ്സ് ഫ്രം എക്സസൈസിംഗ് ഇറ്റ്. ദി ഒറിജിനൽ ആൻഡ് exclusive occupation of Brahmins was to perform priestly duties. The Kshatriyas and Vaishyas were to occupy themselves with the defense and commerce, and the functions of Shudras were to serve the other three castes. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ജാതി വ്യവസ്ഥയിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. ഇന്നത്തെ ക്ലാസിന്റെ നോട്ടുകൾ നിങ്ങൾ തയ്യാറാക്കി അവ പഠിക്കാൻ ശ്രമിക്കുക. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയെ വെച്ച് നോക്കുമ്പോൾ വളരെ അപൂർവം ചിലർക്ക് മാത്രമാണ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഹോൾഡർ ആവുക എന്നുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു കുഞ്ഞു കവിതകളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ മലയാളികളെ പഠിപ്പിച്ച കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ചെറിയ കവിതയോടുകൂടി ഞാൻ എന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുട്ടായിക്ക് ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി, മത്തായിക്ക് ശക്തി വെച്ചാൽ ശക്തിമത്തായി. ഓർക്കേണ്ടത് മറക്കരുത്, മറക്കേണ്ടത് ഓർക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.